സ്ത്രീകൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് മറ്റുള്ള ജനതയെ താരതമ്യം ചെയ്യുന്നവരോടാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. സ്വാതന്ത്ര്യത്തിന്റെ പരമോന്നത ഉച്ചിയിലെത്തി എന്ന് അവകാശപ്പെടുന്ന യൂറോപ്പിൽ പോലും സ്ത്രീകൾക്ക് പാരമ്പര്യ സ്വത്തവകാശം നൽകുന്നത് AD 20-ാം നൂറ്റാണ്ടോടുകൂടി മാത്രമാണ്. വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട അതിപ്രശസ്തമായ നോവലാണ് ജെയിൻ ആസ്റ്റൺ എഴുതിയ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന 5 പെൺകുട്ടികൾ മാത്രമുള്ള ഒരു അതിസമ്പന്ന കുടുംബം ആൺമക്കളില്ലാത്തതിനാൽ തങ്ങളുടെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ തന്റെ 5 പെൺമക്കളെയും അതിസമ്പന്നന്മാരായ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തയക്കുവാൻ യത്നിക്കുന്ന ഒരു കുടുംബനാഥയുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. സ്വാതന്ത്ര്യത്തിന്റെയും നാഗരികതയുടെയും പരമോന്നത ഉച്ചിയിൽ കയറിയിരുന്ന യൂറോപ്യൻ സമൂഹം 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോലും സ്ത്രീകൾക്ക് പാരമ്പര്യ സ്വത്ത് നൽകിയിരുന്നില്ല എന്നതിനുള്ള ഒരു തെളിവാണ് ഈ ഒരു നോവൽ. ഒരു പക്ഷേ സാങ്കല്പികമാകാം, എന്നിരുന്നാലും അതിലുള്ള വ്യവസ്ഥകളും ചിട്ടകളും അന്ന് നിലനിന്നിരുന്നത് തന്നെയാണ് എന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ തന്നെ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകേണ്ടതിന്റെ കൃത്യവും വ്യക്തവുമായ ഒരു രൂപരേഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകളെ അവർക്കിഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കുക പോലും ചെയ്യുന്നത് നബി തങ്ങൾ വിലക്കിയിരുന്നു. ഒരിക്കൽ തനിക്കിഷ്ടമില്ലാത്ത വിവാഹത്തിന് തന്റെ പിതാവ് നിർബന്ധിക്കുന്നതായി ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പരാതിയുമായി എത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയുടെ പിതാവിനെ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഒരിക്കലും സ്ത്രീകളെ അവർക്കിഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കരുതെന്ന്. മാത്രവുമല്ല, സ്ത്രീകൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഭദ്രതയും സ്വാതന്ത്ര്യവും ഇസ്ലാം അനുവദിച്ചു കൊടുത്തു. ലോകത്ത് ഇന്ന് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന ഇസ്ലാമിക കലാലയമായ യൂണിവേഴ്സിറ്റി ഓഫ് ഖറാവിയീൻ സ്ഥാപിക്കുന്നത് ഫാത്തിമ അൽ ഫിഹിരിയ എന്ന സ്ത്രീയുടെ സാമ്പത്തിക സഹായത്തിലാണ്. ഇത്തരത്തിൽ പലപ്പോഴും വലിയ അളവിൽ സമ്പത്ത് കൈവശം വെക്കുവാനും വിനിമയം ചെയ്യുവാനുമുള്ള അധികാരം ലോകത്തെ മറ്റേതൊരു സമുദായത്തെക്കാളും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നു എന്നതിന് ഈ ഒരു കാര്യം തെളിവാണ്.